ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ പുതിയ ഒരു എഡിറ്റർ വെർഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ പുതിയ എഡിറ്ററിനെ പറ്റിയാണ്. ആ യൂട്യൂബിൻ്റെ അകത്തുള്ള എഡിറ്റർ എങ്ങനെ യൂസ് ചെയ്യാം, ആ എഡിറ്ററിൽ എങ്ങനെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നമുക്ക് വീഡിയോയിലുള്ള കണ്ടന്റ് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്തേക്ക് നമുക്കൊരു പുതിയൊരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ എഡിറ്ററിനകത്ത് ഇല്ല. പക്ഷെ നമുക്ക് അതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്ത് ഉണ്ട്. ഓക്കെ, അതായത് നമുക്ക് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ പുതിയ എഡിറ്ററിനകത്ത് ധാരാളം ഓപ്ഷൻസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ല എഫക്റ്റീവായിട്ട് വർക്കിംഗുമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്ത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ എഡിറ്റർ വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ എഡിറ്റർ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് studio.youtube.com അതിലേക്ക് ലോഗിൻ ചെയ്യാം. അതിലേക്ക് ലോഗിൻ ചെയ്ത ശേഷം ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. ആ കണ്ടന്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കണ്ടന്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ആ കണ്ടന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു നിങ്ങളുടെ വീഡിയോസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വെച്ചൊരു കണ്ടന്റ് പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കണ്ടന്റിനകത്ത് ഇപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ, അപ്പോൾ ഞാനൊരു ടെസ്റ്റ് വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ടെസ്റ്റ് വീഡിയോയിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പെന്നിന്റെ ഐക്കൺ കാണാൻ പറ്റും. ഓക്കെ, ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു പെന്നിന്റെ ഐക്കൺ കാണാൻ പറ്റും. ആ ഡീറ്റെയിൽസ് എന്നുള്ള ആ പെന്നിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു എഡിറ്റർ പേജ്, നമ്മുടെ സാധാരണ നമ്മൾ വീഡിയോ എഡിറ്റിംഗുള്ള പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ, ഓക്കെ, ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു എഡിറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഒരു അനലിറ്റിക്സ് ഉണ്ട്, കമന്റ് കാര്യങ്ങളെല്ലാം. അവിടെ എഡിറ്റർ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ എഡിറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇത് വന്നിട്ട് യൂട്യൂബിന്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള എഡിറ്റർ ആണ്. ഈ എഡിറ്ററിനകത്ത് കുറച്ച് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. നമുക്ക് വീഡിയോ ട്രിം ചെയ്യാവുന്നതാണ്. അതിനകത്ത് വീഡിയോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്താ റൈറ്റിൽ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഈ ട്രിം എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുക. ലെഫ്റ്റ് സൈഡിൽ ട്രിം എന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റിൽ ടോപ്പിൽ നിങ്ങൾക്ക് ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമതായിട്ട് സേവ് ചെയ്യാം. അതായത് സേവ് ന്യൂ, ഒരു പുതിയ വീഡിയോ ആയിട്ട് സേവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ റിവേർട്ട് ടു ഒറിജിനൽ, വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ കീബോർഡ് ഷോർട്ട് കട്ട്സ്, ഓക്കെ, ഈ കീബോർഡ് ഷോർട്ട് കട്ട്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഷോർട്ട് കട്ടുകളാണ് നമുക്ക് ഈ എഡിറ്ററിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സൂം ഇൻ ഉള്ള ഷോർട്ട് കട്ട് എന്താണ്, സൂം ഔട്ട്, അൺഡു, ഇതിനെല്ലാമുള്ള ഓരോന്നിനുള്ള ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഈ ഷോർട്ട് കട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ എഡിറ്ററിന്റെ ഷോർട്ട് കട്ട്സ്. ഇതാണ് എഡിറ്ററിനകത്ത് നമുക്ക് ഈ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാവുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ട്രിം എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഓക്കെ, ഈ വീഡിയോന്റെ ഞാനൊരു 2 മിനിറ്റുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ 2 മിനിറ്റ് വീഡിയോന്റെ സ്റ്റാർട്ടിംഗ് പോർഷനും എൻഡിങ് പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയെന്ന് വിചാരിക്കാം. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോർഷൻ എൻഡിങ് പോർഷൻ കട്ട് ചെയ്യാറുണ്ട്. ഈ ട്രിം എന്ന ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ട്രിം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കൊരു ഡ്രാഗ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഡ്രാഗ് ചെയ്ത് ഞാനിപ്പോൾ ഏകദേശം ഒരു 30 സെക്കൻഡിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ വീഡിയോന്റെ എൻഡിങ്ങിലും ഞാനിപ്പോൾ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡ്രാഗ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൽ ഈ ഗ്രേഡ് ഔട്ട് ആയിരിക്കുന്ന പോർഷൻ, ഓക്കെ, നമ്മൾ പ്രിവ്യൂ കൊടുത്ത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, പ്രിവ്യൂ കൊടുത്തതിന് ശേഷം സേവ് ചെയ്താൽ ഈ ഗ്രേഡ് ഔട്ട് ആയിരിക്കുന്ന പോർഷൻസ് എല്ലാം കട്ടായി പോകുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വീഡിയോയിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്തി സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ റൈറ്റിൽ നിങ്ങൾക്ക് ടോപ്പിലാണ് നിങ്ങൾക്ക് വരുന്നത്. ഈ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യാം. പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ബട്ടൺ ആക്റ്റീവ് ആവും. ഓക്കെ, ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും സേവ് ബട്ടൺ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഈ സേവ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ഒരു പുതിയ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഇത് ചെയ്യുന്നില്ല, അത് ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, ഡിസ്കാർഡ് ചേഞ്ചസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ട്രിമ്മിന്റെ ഇപ്പോൾ ഈ പറഞ്ഞാൽ നമ്മൾ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെല്ലാം ചേഞ്ച് ചെയ്യും. അത് സേവ് ചെയ്തതിന് ശേഷം ഈ ഡിസ്കാർഡ് ചേഞ്ച് വർക്ക് ആവില്ല. സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ആവുന്നതാണ്. അത് സേവ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആ സേവ് ആവുന്ന സമയത്ത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയും നമ്മുടെ പുതിയ വീഡിയോ 2 വീഡിയോ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം എഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചതിന് ശേഷം മാത്രം എഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഡിസ്കാർഡ് ചെയ്യാണ്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 2 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ 2 മിനിറ്റ് വീഡിയോ നമുക്ക് വീഡിയോന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്ത് കളയുന്ന വെക്കാം.
ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചത് ട്രിം എന്നുള്ള ഓപ്ഷൻ കാണിച്ചത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കട്ട് ചെയ്തെങ്കിൽ ട്രിം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അതിന്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലും ഇപ്പൊ ഒരു മിനിറ്റിനും ഒരു 1:10 ഇടയിൽ 1:20 ഇടയിലുള്ള എന്തെങ്കിലും ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ ട്രിം എന്ന ഓപ്ഷൻ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അത് ഓക്കെ, ട്രിം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ട്രിം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് നമുക്ക് എവിടെയാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ കാണാൻ പറ്റും ഈ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ആക്റ്റീവ് ആയിട്ടണം. ആ സ്പ്ലിറ്റുമേ ക്ലിക്ക് ചെയ്യാം. സ്പ്ലിറ്റുമേ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇപ്പൊ ഗ്രേഡ് ഔട്ട് ആയിരിക്കുന്ന ഭാഷ കാണാൻ പറ്റും. ഇതിന്റെ മുകളിൽ ഒരു ഇൻറ്റു മാർക്ക് ഉണ്ട്. ആ ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൺഡു സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ ആണ് അത്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്ത സംഭവം ക്യാൻസൽ ആയി പോകും. വീണ്ടും നമുക്ക് രണ്ടാമത് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിന് വീണ്ടും സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഏത് ഭാഗമാണ് നമുക്ക് സ്പ്ലിറ്റ് കട്ട് ചെയ്ത് കളയേണ്ട ഭാഗത്ത് സെലക്ട് ചെയ്യാം. വീണ്ടും നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് 2 or 3 പോർഷൻസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, അത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. വീണ്ടും സെലക്ട് ചെയ്യുക. ഓക്കെ, 2 or 3 സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ പ്രിവ്യൂ കൊടുക്കുക. പ്രിവ്യൂ കൊടുത്തപ്പോൾ ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാൻ പോകുന്നത് വെച്ചോ. ഇപ്പോൾ നമുക്ക് ഇതിന്റെ പ്രിവ്യൂ കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഏകദേശം ഈ വീഡിയോ ഇവിടെ നിന്നാണ് നോക്കിയാൽ. ഓക്കെ, ഇവിടുന്ന് ഞാൻ ഇത് പ്ലേ ചെയ്യണം. ഓക്കെ, ഞാൻ എൻ്റെ ഓഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് പ്ലേ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പ്ലേ ചെയ്ത് വരുന്നു. ഇത് പ്ലേ ചെയ്ത് വന്നതിന് ശേഷം ഏകദേശം ഒരു 30 സെക്കൻഡ് അടുത്താകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീഡിയോ അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്നത് ജമ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതാ വന്നു. ജമ്പ് ചെയ്ത് പോയി. ആ ഭാഗത്തുള്ള അത്ര വീഡിയോ അത് കട്ടായി പോയിക്കായിരിക്കും. ഇത് സ്പ്ലിറ്റായി പോകും. അതായത് അവിടുന്ന് നമ്മുടെ വീഡിയോ നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ സെറ്റിംഗ്സ് ഇത് വീണ്ടും സേവ് ചെയ്ത് കഴിയുന്ന സമയത്ത് ആ പർട്ടിക്കുലർ പോർഷനിലുള്ളത് ഉണ്ടാവില്ല, വീഡിയോ കട്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടാമത് ഭാഷ വരുമ്പോൾ അത് വീണ്ടും ജമ്പായി പോകുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, ഞാനിപ്പോൾ ഈ സെറ്റിംഗ്സ് ഇതും ഡിസ്കാർഡ് ചെയ്യാണ്, ചേഞ്ചസും. ഓക്കെ, വീണ്ടും ഇനി അതിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലർ പാർട്സ് ഓഫ് യുവർ വീഡിയോ. ഓക്കെ, നമുക്ക് അതിനകത്ത് മെയിൻ ആയിട്ട് 2 ഓപ്ഷനാണ് വരുന്നത്. ബ്ലർ പാർട്സ് കൊടുക്കുമ്പോൾ ഫേസ് ബ്ലർഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, കസ്റ്റം ബ്ലർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഫേസ് ബ്ലർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഓക്കെ അത് ഞാൻ വേറൊരു വീഡിയോ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, കസ്റ്റം ബ്ലർഡ് ആദ്യം കാണിച്ചു തരാം. ഓക്കെ, കസ്റ്റം ബ്ലർഡിനകത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ 2 ഓപ്ഷനാണ് മെയിൻ ആയിട്ട് വരുന്നത്. റെക്ടാംഗിൾ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ട്രാക്ക് ആൻഡ് ഒബ്ജക്റ്റ് ഫിക്സഡ് ബ്ലർ ഓപ്ഷൻ. ഓക്കെ, ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ വേറൊരു വീഡിയോ ആണ്. ഓക്കെ, ആ വീഡിയോനകത്ത് ബ്ലർ പാർട്സ് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ 2 ഓപ്ഷൻ ഉള്ളത്, ഫേസ് ബ്ലറുണ്ട്, കസ്റ്റം ബ്ലറുണ്ട്. ഓക്കെ, ഫേസ് ബ്ലർ കൊടുക്കുകയാണ്. ഓക്കെ, കൊടുക്കുന്ന സമയത്ത് ഒരു ഫേസ് റെക്കഗ്നേഷൻ വെച്ചിട്ട് അതിനകത്ത് ഈ പർട്ടിക്കുലർ വീഡിയോയുടെ അകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഫേസസ് എല്ലാ ഫേസസും അവർ ഐഡന്റിഫൈ ചെയ്തായിരിക്കും. ഓക്കെ, ഐഡന്റിഫൈ ചെയ്തപ്പോൾ നമുക്ക് ഏത് ഫേസ് ആണ് നമുക്ക് ബ്ലർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലർ ചെയ്യേണ്ട ഫേസസ് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്ത ശേഷം അപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീഡിയോന്റെ അകത്ത് എവിടെയെല്ലാം ആ പർട്ടിക്കുലർ ഫേസ് വരുന്നുണ്ടോ, ഓക്കെ, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സന്റെ ഫേസ് വരുന്നുണ്ടോ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ആ പർട്ടിക്കുലർ പേഴ്സന്റെ ഫേസ് വരുന്നിടത്ത് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലർഡ് ആവുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ആ പർട്ടിക്കുലർ പേഴ്സൺ ആ ഫേസ് നമ്മൾ ഏത് ഫേസ് ആണ് കൊടുത്തത് റെക്കഗ്നൈസ്ഡ് ആയ ഫേസ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനകത്ത് ആ പർട്ടിക്കുലർ ഫേസ് വരുന്ന എല്ലാ ഭാഗങ്ങളും ബ്ലർഡ് ആയി പോകുന്നതായിരിക്കും. ഇതാണ് ഫേസ് ബ്ലർ എന്നുള്ള ഓപ്ഷൻ. അത് ഈ നമ്മുടെ വീഡിയോനകത്ത് എവിടെയെല്ലാം ഈ പർട്ടിക്കുലർ ഫേസ് വരുന്നുണ്ടോ ആ പർട്ടിക്കുലർ ഫേസ് എല്ലാം ബ്ലർഡ് ആയി പോകുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഫേസ് ബ്ലർഡ്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് ഒബ്ജക്ട് ബ്ലർ എന്നുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. ഓക്കെ, ഒബ്ജക്ട് ബ്ലർ എന്ന ഓപ്ഷൻ കസ്റ്റം ബ്ലർ എന്ന ഓപ്ഷൻ നമുക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് മെയിനായിട്ട് 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് റെക്ടാംഗുലർ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ്. ഓക്കെ, നമ്മൾ റെക്ടാംഗുലർ ഷേപ്പ് സെലക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം ട്രാക്ക് ആൻഡ് ഒബ്ജക്റ്റ് ഉണ്ട്, ഫിക്സഡ് ബ്ലർ പൊസിഷൻ ഉണ്ട്. ഈ ഫിക്സഡ് ബ്ലർ പൊസിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കാണാം. ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോർഷനാണ് നമ്മൾ ബ്ലർ ചെയ്യാൻ പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ഫിക്സഡ് പൊസിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് അല്ല ആ പർട്ടിക്കുലർ എവിടെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് അവിടെ മാത്രം ബ്ലർ ആയി പോകും. പക്ഷേ ട്രാക്ക് ആൻഡ് ഒബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇതിന്റെ ഒരു പ്രിവ്യൂ കാണിച്ചു തരാം. ട്രാക്ക് ആൻഡ് ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് നമ്മൾ അവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഏതാണോ കണ്ടോ ആ ഒബ്ജക്റ്റ് നീങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ബ്ലറിംഗ് അങ്ങോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് ഈ ബ്ലർ ഓപ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. ഓക്കെ, നമ്മുടെ ഈ എഡിറ്റിനകത്തുള്ള അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡ് എ ട്രാക്ക്.
നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാവുന്ന ഓപ്ഷൻ നമ്മുടെ എഡിറ്റിനകത്തുണ്ട്. ഇതിനകത്ത് വേണ്ടി ഈ ആഡ് ട്രാക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ലൈബ്രറീസിനകത്ത് യൂട്യൂബ് ലൈബ്രറീസിനകത്ത് വന്നിരിക്കുന്ന ഏതെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിയോ ട്രാക്കുകൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോനകത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടോ അല്ലെങ്കിൽ എല്ലാം കൊടുക്കാവുന്നതാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് പ്രിവ്യൂ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്സ് ആയിരിക്കും ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തായിരിക്കും. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ആഡ് കൊടുത്തു, ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ആഡ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോനകത്തേക്ക് ഞാനിപ്പോൾ ഈ പർട്ടിക്കുലർ ഓഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഓഡിയോ ട്രാക്ക് ഇവിടെ ജൂൺ എന്നുള്ള പേരിലൂടെ കാണിക്കുന്നുണ്ട്. അതിന്റെ റൈറ്റ് ടോപ്പിൽ റൈറ്റിൽ എൻഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. റൈറ്റിൽ എൻഡിലായിട്ട് ഒരു 3 ഡോട്ട്സ് ഉണ്ട്. ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലൈസൻസ് ഇൻഫോ ഉണ്ട്, റിമൂവ് എന്ന ഓപ്ഷൻ ഉണ്ട്. ലൈസൻസ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ഓഡിയോന്റെ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നതായിരിക്കും. ഇത് ലൈസൻസ് ഫ്രീ ആണോ, ഇതിന് എന്തെങ്കിലും ലൈസൻസ് ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യണോ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നതായിരിക്കും. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി കാണാൻ പറ്റും. ഒരു 3 ലൈൻസ് ഉണ്ട്. ആ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മിക്സ് ലെവൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഓഡിയോ മിക്സ്, നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഈ പർട്ടിക്കുലർ ഓഡിയോ നമ്മുടെ ഈ പർട്ടിക്കുലർ വീഡിയോയുടെ അകത്തുള്ള ഓഡിയോ ആയിട്ട് മിക്സ് ചെയ്തിട്ട് വേണം പ്ലേ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഓഡിയോ മാത്രം പ്ലേ ചെയ്താൽ മതി. ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഈ പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ ഓഡിയോ കുറച്ച് വയ്ക്കും. അപ്പൊ അതായത് ഈ പർട്ടിക്കുലർ വീഡിയോ പ്ലേ ആവുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഈ ജൂൺ എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി പ്ലേ ആവും. അത് വളരെ ലോ വോളിയത്തിലായിരിക്കും പ്ലേ ആവുന്നത്, പക്ഷെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ആയിരിക്കും പ്ലേ ആവുന്നത്. ഇതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഈ വീഡിയോ ആഡ് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ഓഡിയോസ് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഒരു ഓഡിയോ മാത്രമല്ല, മൾട്ടിപ്പിൾ ഓഡിയോസും കൂടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 2-3 ഓഡിയോ ആഡ് ചെയ്യാം. അതിനും ഇതുപോലെ തന്നെ നമുക്ക് ഈ മിക്സ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓഡിയോ മിക്സ് ചെയ്താവുന്നതാണ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ പുതിയ യൂട്യൂബ് എഡിറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ റൈറ്റ് ടോപ്പിലുള്ള ഈ സേവ് ബട്ടൺ വെച്ചിട്ടാണ് നമുക്ക് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു വാണിംഗ് ഉണ്ടാവും. നമുക്ക് ഈ വീഡിയോ അവൈലബിൾ ആയിരിക്കില്ല, എന്തൊക്കെ ഇത് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വാണിംഗ് പോലെ വരുന്നതായിരിക്കും. ഞാൻ എന്തായാലും സേവ് ചെയ്യുന്നില്ല, സെറ്റിംഗ്സ് എല്ലാം ഡിസ്കാർഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ മെയിനുള്ള യൂട്യൂബ് എഡിറ്റർ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് ബൈ.